കാണാൻ അത്രേ പറയാനുള്ളൂ. അടിപൊളി പടാണ്. തരുൺമൂർത്തി സമ്മതിച്ചു. ലാലേട്ടൻ മക്കളെ കാണും, പടം പോയി കാണിക്കും. സിനിമ ലാലേട്ടന്റെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി. എമ്പുരാന് ശേഷം മോഹൻലാലിന്റെ നല്ല സൂപ്പർ പടമായിരുന്നു. നന്നായിരുന്നു. കുറേ നാൾ കൂടി ഒരു ഫാമിലി ഫിലിം കാണാൻ പറ്റും. എമ്പുരാൻ ഞാൻ ഫസ്റ്റ് കണ്ട പടമാണ്. അപ്പോൾ അന്നായാലും നമുക്ക് മനസ്സിന് തൃപ്തിയായിട്ട് ഇറങ്ങി വരാൻ പറ്റിയില്ല. പക്ഷേ ഇത് മനസ്സ് നിറഞ്ഞിറങ്ങി വന്നൊരു പടമാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒരു 8-10 കൊല്ലമായിട്ട് ഞാൻ കാത്തിരുന്നു. അമ്മാതിരി ഇല്ല, നല്ല പടമാണ്, സൂപ്പർ പടം. ഫാമിലി സെൻറ്റിമെൻ്റ് ദൃശ്യത്തിൻ്റെ വേറൊരു പക്ഷേ പടം കൊള്ളാം, നല്ല പടം. എല്ലാ ആക്ടിങ് കിടിലം വായ്പ്, നല്ല പടം. ഒരു സെക്കൻഡ് പോലും പോറില്ല, നല്ല പടം. കാണാൻ അത്രേ പറയാനുള്ളൂ. അടിപൊളി പടാണ്. തരുൺമൂർത്തി സമ്മതിച്ചു. ലാലേട്ടൻ മക്കളെ കാണും, പടം പോയി കാണിക്കും. അടിപൊളി പടം. തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീര പടമാണ്. അതായത് മോഹൻലാലിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ്. അതായത് പടം ഇൻ്റർവെല്ലിന് ശേഷമാണ് കയറി കൊളുത്തുന്നത്. ആദ്യം പടത്തിൻ്റെ സ്ലോ ബേൺ, സ്ഥിരം മലയാളം സിനിമകളിലുള്ള സ്ലോ ബേൺ ഇതിനകത്തുമുണ്ട്. എല്ലാത്തിനും മറുപടി പടത്തിൻ്റെ ക്ലൈമാക്സ് കിട്ടും. ക്ലൈമാക്സിൽ മോഹൻലാലിൻ്റെ ആ പെർഫോമൻസ് അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഒന്ന് കാണാം. അടിപൊളിയായിരുന്നു. നല്ല മൂവിയാണ്, സൂപ്പർ. ഡയറക്ഷൻ അടിപൊളി, കൊള്ളാം, നല്ലായിരുന്നു. സിനിമ ലാലേട്ടന്റെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി. എമ്പുരാന് ശേഷം മോഹൻലാലിന്റെ നല്ല സൂപ്പർ പടമായിരുന്നു. നന്നായിരുന്നു. കുറേ നാൾ കൂടി ഒരു ഫാമിലി ഫിലിം കാണാൻ പറ്റും. നല്ല രസമാണ്. നല്ല മൂവി, സൂപ്പർ. മെച്ചമാണ്. മുൻപ് കണ്ട പടത്തിനേക്കാളൊക്കെ മെച്ചമായിരുന്നു. നല്ല മൂവി, നല്ല സിനിമ. മോഹൻലാലിൻ്റെ കംബാക്ക് എന്ന് പറയുന്നത് എമ്പുരാന് ശേഷമുള്ള തകർപ്പൻ പ്രകടനം. അടിപൊളി പടമാണ്. അടിപൊളി പടം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ ഫസ്റ്റ് കണ്ട പടമാണ്. അപ്പോൾ അന്നായാലും നമുക്ക് മനസ്സിന് തൃപ്തിയായിട്ട് ഇറങ്ങി വരാൻ പറ്റിയില്ല. പക്ഷേ ഇത് മനസ്സ് നിറഞ്ഞിറങ്ങി വന്നൊരു പടമാണ്. അതായത് പെർഫോമർ ആയിക്കൊള്ളട്ടെ, താരം ആയിക്കൊള്ളട്ടെ എന്ന് ലാലേട്ടൻ്റെ എല്ലാ എലമെൻസും യൂസ് ചെയ്ത പടമാണ്. അത്രയ്ക്ക് നന്നായിട്ട് തരുൺമൂർത്തി എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ട് മോഹൻലാലിൻ്റെ തന്നെ നടനെ നന്നായിട്ട് കുറേ നാളത്തേക്ക് ശേഷം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത പടമാണ്. JX ബിജോയ് ആയിക്കൊള്ളട്ടെ, തരുണിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. ഫാൻ ബോയ് തന്നെയാണെന്ന് ഒന്നും കൂടെ തെളിയിച്ചുകൊണ്ട് മോഹൻലാലിന് വരുന്ന ഓരോ ഫ്രെയിംസിൽ അങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് ആയിക്കൊള്ളട്ടെ, എല്ലാം ആയിക്കൊള്ളട്ടെ, ഒരു മനസ്സ് നിറഞ്ഞ എല്ലാ ഇമോഷൻസും. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നമുക്കൊരു ഫീൽ ഗുഡ് ഫ്രഷ്നെസ് തന്ന് ഇൻ്റർവെല്ലോട്ട് കഥ കയറി സെക്കൻഡ് ഹാഫ് പിടിച്ചിരുത്തി. പക്ഷേ രോമാഞ്ചം തരുന്ന കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ ആ ഓൺ സ്ക്രീൻ പെയർ, മോഹൻലാൽ ശോഭന ഓൺ സ്ക്രീൻ പെയറൊക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അത് വർക്കായതാണ്, ഒന്നും കൂടെ കൊണ്ടുവന്നു. അപ്പം അടിപൊളിയായിട്ട് മനസ്സ് നിറഞ്ഞ് കണ്ടൊരു പടം തന്നെയാണ്. ഫാമിലിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. നമ്മുടെ മനസ്സും കണ്ണും നിറയുന്ന ഒരു പടമായിട്ട് തന്നെ തുടരും മാറും, ഉറപ്പാണ്. ഒരു രക്ഷയില്ലാത്ത സിനിമ, അമ്മാതിരി ഒരു നമുക്ക് അങ്ങനെ കോരി ധരിപ്പിക്കുന്ന സിനിമയൊന്നും അറിയില്ലേ. എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒരു 8-10 കൊല്ലമായിട്ട് ഞാൻ കാത്തിരുന്നു. അമ്മാതിരി ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി സിനിമ, മാസ് സിനിമയെന്ന് പറയാം. പിന്നെ നമ്മുടെ എമ്പുരാനെ കാട്ടി എനിക്ക് തോന്നുന്നു ഒരു 400 കോടിയെ കളക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ലാലേട്ടൻ്റെ അഭിനയമായാലും കഥയായാലും തിരക്കഥയായാലും ആക്ഷനായാലും എന്തുകൊണ്ടും മികച്ചൊരു സിനിമ. ലാലേട്ടൻ നമ്മൾ കോട്ടും സൂട്ടിട്ട് വിമാനത്തിൽ ഇറങ്ങി വരുന്നതിനെക്കാട്ടിയും പുള്ളി മുണ്ടും മടക്കി കുത്തി സ്റ്റണ്ട് കൂടുന്നതാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സിനിമ. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു സിനിമ, ഒരു രക്ഷയില്ലാത്ത സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.